എതിർക്കരുത്. നമ്മളെ സംബന്ധിച്ച് ഇതിനെതിരായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ. കർത്താവ് എന്ത് പറഞ്ഞോ അതിനെതിരായിട്ടാണ് നമ്മൾ ചെയ്യണം, അല്ലേ? കർത്താവ് എന്താ പറഞ്ഞു, ഈശോ എന്ത് പറഞ്ഞു? ദുഷ്ടനെ എതിർക്കരുത്. പക്ഷെ നമ്മളെന്താ ചെയ്യണേ? എതിർത്തുകൊണ്ടേയിരിക്കുന്നു. മനസ്സിലായി? അപ്പൊ ഇവിടെ ഈ ദുഷ്ടൻ എന്ന് പറയുമ്പോൾ അതിന്റെ ആധ്യാത്മിക അർത്ഥം മറ്റൊരർത്ഥവും കൂടി ഉണ്ട്, പിശാചം, അല്ലേ? അതാണ് അതിൻ്റെ മറ്റൊരർത്ഥം, മറ്റൊരു വശം. ദുഷ്ടനെ എതിർക്കരുത്. എന്നിട്ട് പറഞ്ഞു, വലത് കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. ശ്രദ്ധിക്കണോണ്ടോ നിങ്ങൾ? വലത് കരണത്തെ അടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. അപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ഭാഗത്തെ തന്നെ ഉദ്ധരിച്ച് പറയുന്നുണ്ട്, ഒരു കവളത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു, അല്ലെ, മറ്റേ കവള് കൂടി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കണുണ്ടോ, വലത് കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയേ, നിങ്ങളുടെ മുമ്പിൽ ഒരാൾ നിൽക്കണോ, നിങ്ങളുടെ മുമ്പിൽ ഒരാൾ നിൽക്കണോ, നിങ്ങൾ അയാളുടെ വലത് കവിളിൽ അടിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ അടിക്കാൻ പറ്റും? ശ്രദ്ധിക്കണേ. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഒരാൾ നിൽക്കുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങൾ അയാളുടെ മുഖത്ത് അടിക്കാൻ പോവാണ്. അയാളുടെ വലത് കവിളിലാണ് അടിക്കേണ്ടത്, ഇല്ലേ? വലത് കരണത്തടിക്കുന്നവന്. അപ്പോൾ വലത് കരണത്തെ എങ്ങനെ അടിക്കുക? എങ്ങനെ അടിക്കുക വലത് കരണത്ത്? കണ്ടോ? ഇടത് കൈ കൊണ്ട് അടിക്കുക വലത് കരണത്ത്. കണ്ടോ? മനസ്സിലായോ? അങ്ങനെ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. കാരണം യഹൂദ വംശം അല്ലെങ്കിൽ യഹൂദരന്ന് പുറംജാതിക്കാരായ വിജാതീയരായവരെ എല്ലാം അശുദ്ധരായിട്ടാണ് കണ്ടിരുന്നത്. എങ്ങനെയാ കണ്ടിരുന്നത്? അശുദ്ധരായിട്ടാണ് കണ്ടിരുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ അവര് വലത് കരം ഉപയോഗിച്ചവരെ, മനസ്സിലായുണ്ടോ? വലത് കരം ഉപയോഗിച്ചവരെ സ്പർശിക്കില്ല. മിക്കപ്പോഴും അശുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ ഇടത് കരമാണ് അതിനുവേണ്ടി അവർ ഉപയോഗിക്കണേ. ആ അർത്ഥത്തിലാണ് വലത് കരണത്താണ് അവരടിക്കുക. മനസ്സിലായോ? വലത് കരണത്ത് ഒരാളുടെ അടിക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ അടിക്കുക? വലത് കൈ കൊണ്ട് അടിക്കാൻ പറ്റുമോ നമുക്ക്? അങ്ങനൊരു കാര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഈ ഭാഗത്തെ തന്നെ ഉദ്ധരിച്ച് ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത് ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി. അത് ഓക്കെ, മനസ്സിലായോ? ഒരു കരണത്തടിക്കുന്നവന് അത് മനുഷ്യ സഹജമായ ഒരു രീതിയിലേക്ക് വരും. പക്ഷെ ഇവിടെ പറഞ്ഞ വലത് കരണത്തടിക്കുന്നവന് ഉണ്ടോ, വലത് കരണത്തടിക്കുന്നവൻ മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കും. അപ്പൊ വലത് കരണത്തടിക്കുന്നതിന് അതിൻ്റെതായ അവരുടെ സംസ്കാരത്തിന്റെ ഒരു ഇതും കൂടി ഉണ്ട്. എന്താണ് ആ സംസ്കാരം? ഇത് വെച്ച് വലത് കൈ കൊണ്ട് സ്പർശിക്കില്ല. അവരെല്ലാം അശുദ്ധരാണ് യഹൂദരുടെ മുമ്പിൽ. അതുകൊണ്ട് തന്നെ അശുദ്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇടത് കരമാണ് അവര് ഉപയോഗിക്കുക.